ഇടപെടുകയാണ്. ദീപു അങ്ങനെയാണോ? ഇത് ഒരു ഔചിത്യക്കുറവ് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല താങ്കൾ പറഞ്ഞതായിട്ടാണ് ഞാനും കേട്ടിരുന്നു. അത് അവിടെ കൂടിയിരുന്നവർ ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് ഈ പാട്ട് പാടിയത് എന്ന്, പുഷ്പനെ അറിയാമോ എന്നുള്ള ഗാനം ആലപിച്ചതെന്ന്. അപ്പോഴും ഒരു കാര്യമുണ്ട്, അവിടെ LED സ്ക്രീനിൽ തിളങ്ങുന്നത് പാർട്ടി പതാകയും ഡിവൈഎഫ്ഐയുടെ പതാകയും പാർട്ടി ചിഹ്നവും ഒക്കെയാണ്. അതാ ലാൽസലാം പാടിയ സമയത്താണ് പാർട്ടിയുടെ ചിഹ്നം പോലും ഉണ്ടായിരുന്നു. എങ്ങനെ ന്യായീകരിക്കും ഇതിനെ? ഇതൊരു ക്ഷേത്രമാണല്ലോ. ശരി, ഞാൻ സംസാരിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇടയിൽ സംസാരിക്കുകയോ നമ്മളെ ഡിസ്റ്റർബ് ചെയ്താൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ചർച്ചകളൊന്നും പങ്കെടുത്തിട്ട ആളല്ല, അത് ആദ്യമേ പറയുകയാണ്. ബാക്കിയുള്ളവരെല്ലാം ചർച്ചകൾ ഒരുപാട് പങ്കെടുത്തിട്ടുള്ള ആൾക്കാരാണ്, അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ്. നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ വിശ്വാസികളും ഭക്തജനങ്ങൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അവിടുത്തെ കമ്മിറ്റി എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ്. പിന്നെ ഈ ഗാനത്തിന്റെ കാര്യം, കഴിഞ്ഞ തവണയും അലൂഷ്യസും അതുപോലെ വേറൊരു ഗായികയൊക്കെ വന്നു വിപ്ലവ നമ്മൾ ഗാനമേള അതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിന് പുറത്ത് കോമ്പൗണ്ടിലാണ് നടക്കുന്നത്. നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ച് ക്ഷേത്രത്തിനകത്ത് ക്ഷേത്രകലകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക സ്റ്റേജും സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഉത്സവം പ്രമാണിച്ച് ആളുകളെ ആകർഷിക്കുന്നതിനൊക്കെ ആയിട്ട് ഗാനമേള, അതുപോലെ നാടകം, DJ, ഇങ്ങനെ കുറെ പരിപാടികളുണ്ട്. അപ്പൊ അതനുസരിച്ച് ആണ് കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. അപ്പൊ ഒരു പാട്ട്, ഒരു ഗാനം, വിപ്ലവ ഗാനം ആവശ്യപ്പെടുന്നവരുണ്ടാവും, മെലഡി ആവശ്യപ്പെടുന്നവരുണ്ടാവും. അപ്പൊ ഒരു ഗാനം അലോഷ്യസൊക്കെ പാടി അവസാനിക്കുന്ന സമയത്താണ് ഈ പാട്ട് ആവശ്യപ്പെടുന്നു, അലോഷ്യസ് പാടുന്നു. മനസ്സിലായില്ലേ? കഴിഞ്ഞ തവണയും പാടിയിട്ടുണ്ട്. ഗൗരി ലക്ഷ്മി വന്നപ്പോഴും ഈ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയ പ്രചരണത്തിനൊന്നും ഈ അമ്പലപ്പറമ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പൊതുജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ്, ജനങ്ങളുമായിട്ട് സഹകരിക്കുന്നത്. പക്ഷെ ആ വേദി കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പാർട്ടി സമ്മേളന വേദിയോ ഡിവൈഎഫ്ഐയുടെ സമ്മേളന വേദിയോ എന്ന് തോന്നിപ്പോകും. അതിൽ സംശയമില്ലല്ലോ. അത് നമുക്ക് ഇവിടവുമായി ബന്ധമില്ലാത്തതും പരിചയമില്ലാത്തതും കൊണ്ട് തോന്നിപ്പോകണം. നമ്മൾ ഈ ഇരിക്കുന്നവരാരും ഒരു ഉത്സവം നടത്തിപ്പുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഉത്സവത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ടോ ഒന്നും നമ്മൾ നിൽക്കുന്നവരല്ലോ. നമ്മൾ താഴെ തട്ട്, എന്നെ പോലുള്ള ആൾക്കാർ, ഞാൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആവുന്നതിന് മുന്നേ ഏകദേശം 25 വർഷത്തിന് മുമ്പ് ഈ അമ്പലത്തിന്റെ സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഉപദേശക സമിതിയുടെ ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ് ഞാൻ. ഇപ്പോഴും അതിന്റെ ഭാരവാഹി അല്ലെങ്കിലും അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ സഹകരിക്കും, ഇടപെടാറൊക്കെ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ പറയുന്ന നേരത്തെ എന്നോട് ന്യൂസ് 18 ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്തി, ഞങ്ങൾ ഹിന്ദുത്വത്തെ അല്ല നോക്കുന്നത്. നമ്മളവിടെ വരുന്ന വിശ്വാസികൾക്കും ഭക്തജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നടന്നത്. ആദ്യത്തെ 6 ദിവസം പിന്നെ അവിടുത്തെ ക്ഷേത്രകലകൾ, അതായത് പിന്നെ പരിസരത്തുള്ള കുട്ടികളുടെ ഡാൻസ്, അങ്ങനെയുള്ള പരിപാടികളാണ് അവിടെ നടത്തുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ പല പല കരക്കാരും മറ്റുമാണ് ഈ പരിപാടികൾ നടത്തുന്ന ക്ഷേത്രം. 72 കര അടങ്ങുന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രദേശം എന്ന് പറയുന്നത്. അപ്പൊ ആ പല കരക്കാരും പല പരിപാടികളാണ് നടത്തുന്നത്. എടുപ്പുകുതിര നടത്തുന്നവരുണ്ട്, കെട്ടുകാഴ്ച നടത്തുന്നവരുണ്ട്, സ്റ്റേജ് പ്രോഗ്രാം നടത്തുന്നവരുണ്ട്, അന്നദാനം നടത്തുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെയെല്ലാം നടത്തുന്നവരുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി പിന്നെ കടയ്ക്കൽ വ്യാപാരി വ്യവസായ സമിതിയാണ് ഈ പ്രോഗ്രാം നടത്തിയത്. ആ പ്രോഗ്രാം നടത്തുന്നത് അവർക്കാണ് സ്റ്റേജ്, ആ ദിവസത്തെ സ്റ്റേജ് അവരാണ് ആ പ്രോഗ്രാം നടത്തുന്നത്. അല്ലെങ്കിൽ ക്ഷേത്ര ഉപദേശക സമിതിയോ ഒന്നുമല്ല. ക്ഷേത്ര ഉത്സവ കമ്മിറ്റിയും ഉപദേശക സമിതിയും അവിടെ ഉത്സവം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പശ്ചാത്തലം ഒരുക്കി കൊടുക്കുക, ലൈറ്റ് ആൻഡ് സൗണ്ട്, സ്റ്റേജ്, ബാക്കി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ. അപ്പോൾ ഇതേ സ്ഥലത്ത് തന്നെ BJPയുടെ കൊടി ഉയർന്നാലും കോൺഗ്രസിന്റെ പതാക ഉയർന്നാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അല്ല, കോൺഗ്രസിന്റെയും BJP അവിടെ പതാക ഉയർത്തിയില്ലല്ലോ ആരും. അപ്പൊ അവിടെ ആരും പതാക ഉയർത്തിയില്ല. LED വാളിൽ കാണുന്നത് എന്താണ്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങളിൽ കിട്ടുന്ന പതാക ആ ക്ഷേത്രത്തിന്റെ പതാകയാണോ കിട്ടുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഏത് ക്ഷേത്രത്തിന്റെ BJPയുടെ കാവി കൊടിയല്ലേ കിട്ടുന്നത്? അത് ക്ഷേത്രത്തിന് പകരം നമ്മുടെ ക്ഷേത്രത്തിന് ഒരു പതാക കൊടിയുണ്ട്. ആ കൊടി മാത്രമാണ് ക്ഷേത്രത്തിൽ കിട്ടുന്നത്. അല്ലാതെ കാവി കൊടിയോ കാവി തോരണങ്ങളോ ഒന്നുമല്ല. നമ്മുടെ ക്ഷേത്രത്തിന് ക്ഷേത്ര ആചാര പ്രകാരം ഒരു കൊടിയുണ്ട്. ആ കൊടിയാണ് ഉത്സവ സംബന്ധമായി ഉയർത്തുന്നത്. ആ കൊടി മാത്രമാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പൊ ഈ പിന്നെ ബന്ധപ്പെട്ട് തിരുവാതിരയുമായി അല്ല മറ്റു ഉത്സവങ്ങളുമായി എന്നിട്ട് റോഡ് നീളെ കാവി കൊടി കെട്ടുമ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്? ശരി, ശ്രീജിത്ത് പണിക്കർ, ഇന്ന് തിരുവനന്തപുരത്ത് തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആൽത്തറ ദേവി ക്ഷേത്രത്തിനെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നത് അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൊടിതോരണങ്ങളുണ്ട്, അത് അഴിച്ചു മാറ്റണമെന്ന്. ആരെ ഉദ്ദേശിച്ചാണ് മ്യൂസിയം പോലീസ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്ന കാര്യവും വ്യക്തമാണല്ലോ.
പാർട്ടി പതാക എന്ന് പറയുമ്പോൾ BJP പതാക എന്നാണ്. അതായത് കാവിക്കൊടി അവിടെ ഉയർന്നിട്ടുണ്ട്. അതിനാൽ അങ്ങനെ ഒരു പരാതി വന്നതുകൊണ്ടാണ് മ്യൂസിയം പോലീസ് ഇടപെട്ടിരിക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും ചോദ്യം എന്നോടാണ്. ശരി, ദീപു ഒരു സെക്കൻഡ്. അപ്പോൾ ദീപു പറയുന്നു